നമസ്തേ എവരി വൺ, ഇറ്റ്സ് ബീൻ ലോങ് ടൈം. ഒരുപാട് നാളായി സംസാരിച്ചിട്ട്. ഏത് ടോപ്പിക്കിൽ സംസാരിക്കും, എങ്ങനെ സംസാരിക്കും എന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടെങ്കിലും മറ്റുള്ളവരൊരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഉദാഹരണത്തിന് ഇന്ന് വന്ന കോടതി വിധി, ആ പെൺകുട്ടിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ന്യായം. നമ്മളൊരു വാക്കെപ്പോഴും കേൾക്കാറില്ലേ, ജസ്റ്റിസ് ഡിനൈഡ് ആണ്. എപ്പോൾ ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് കേട്ടിട്ടില്ലേ? വൈകിപ്പോകുന്ന ന്യായം എന്ന് പറയുന്നത് ലഭിക്കാത്ത ന്യായത്തിന് തുല്യമാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്ന ദുഃഖമൊക്കെയാണ്, നിരാശയൊക്കെയാണ്. പക്ഷേ ഈ പ്രകൃതിയിൽ ഒരുപാട് ഈ ലോകത്തും പ്രപഞ്ചത്തിലും ഒരുപാട് കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ കർമ്മം എന്ന് പറയുന്ന സത്യം അതെത്ര വലുതാണെന്ന് തെളിയിക്കുന്ന പോലെ. എന്ന് പറഞ്ഞാൽ ഒരു ആളുകൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫലം കൊണ്ട് അവരിവിടുന്ന് പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഏറ്റവും പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർക്ക് ഒരു കോടതിയുടെയോ പോലീസിൻ്റെയോ താൽക്കാലികമായിട്ട് വന്നിട്ടുള്ളൊരു ഫലം കൊണ്ടൊന്നും ഒരു നിരാശയോ ദുഃഖമോ ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് ആ പെൺകുട്ടിക്കോട് കൂടി ഓർമ്മിപ്പിക്കാൻ തോന്നുവാണ്. അതുപോലെ ഈ സമയത്ത് വളരെ അനുയോജ്യമായിട്ട് വന്നിട്ടുള്ള ഒരു റിലീസായൊരു മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചിന്മയി ശ്രീവത എന്ന് പറയുന്ന മാമിൻ്റെ ഹസ്ബൻഡില്ലേ, രാഹുൽ രവീന്ദ്രൻ, അദ്ദേഹം രചന, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം നിർവഹിച്ചിട്ടുള്ള രശ്മിക മന്ദന ജീവിച്ച ഒരു ചിത്രമാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊന്നും പെട്ടിട്ടില്ലാത്തവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കഥയായിട്ട് തോന്നും. വളരെ ജഡ്ജ്മെൻ്റലായിട്ടുള്ള സൊസൈറ്റിയാണിത്. ഒരു കല്യാണത്തിന് ശേഷം മറ്റൊരു കല്യാണം കഴിക്കുന്നത്, ഇല്ലെങ്കിൽ ഒന്നിലധികം കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളവർ, ഇല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച് കുട്ടിയുള്ള ഒരാൾ പിന്നെ മറ്റൊരാളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് അത് ഫെയിലിയർ ആയ ഒരാൾ പിന്നെ ഒരു വിവാഹം കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്കഷൻ ആയിരിക്കുന്ന സമാന്ത. ഇങ്ങനെ കഥകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കഥകളാണ്. അപ്പോൾ ജഡ്ജ്മെൻ്റലായിട്ടിരിക്കും, ക്യാരക്ടർലെസ് ആണെന്ന് പറയുക, ഇങ്ങനെ എന്താ പറയുന്നത്, ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ച് തീരെ അറിവില്ലാത്തതിൻ്റെ ദോഷങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോയിട്ടുള്ള എംപത്സിനൊക്കെ മലയാളത്തിൽ വാക്കുണ്ടോയെന്ന് ആർക്കറിയാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരുപക്ഷെ ഈ ദ ഗേൾ ഫ്രണ്ട് പോലെയുള്ള പടങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇതൊരു തെറ്റായിട്ടുള്ള വ്യക്തിയല്ലേ, പണ്ടേ ക്ഷമിക്കേണ്ടതല്ലായിരുന്നോ, അല്ല പണ്ടേ ഇത് ഉപേക്ഷിച്ച് പോകേണ്ടതല്ലായിരുന്നോ, വിട്ടിട്ട് പോകേണ്ടതല്ലായിരുന്നോ, സമൂഹം എന്തൊക്കെ ചീത്തപ്പേരുകളിൽ ഒരു വ്യക്തിഹത്യയൊക്കെ ചെയ്താലും ആ പെൺകുട്ടി അത് വിട്ടിട്ട് പോകേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, അത് വിവാഹത്തിന് മുൻപാണെങ്കിലും വിവാഹത്തിന് ശേഷമാണെങ്കിലും, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ആക്ച്വലി എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയം ഉണ്ടാവുള്ളൂ, ഒരു ബോധം ഉണ്ടാവുള്ളൂ. അപ്പം അറിയാത്ത അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിൽക്കാതിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ രീതിയിൽ പോയാലും, ഇപ്പം ഈ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോഫുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഒപ്പിടുന്നു എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പം ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ വിവാഹത്തിന് ശേഷമുള്ള മറ്റു ബന്ധങ്ങൾ, മുൻപുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പലതരം തിരിയലും, രണ്ടാമത് കല്യാണം കഴിച്ചവരെ മറ്റൊരു രീതിയിൽ കാണുക, നിലവാരം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതൊക്കെ പല അടിസ്ഥാനത്തിൽ ബഹുമാനം കൊടുക്കുന്നതൊക്കെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ വെച്ച് ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പം മെയിനായിട്ട് ആളുകൾ ജഡ്ജ് ചെയ്യുന്ന ഒന്ന് ഈ റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ പേരിൽ എങ്ങനെയാണ് ഒരാൾ ഒരു ക്യാരക്ടർ ഇല്ലാത്തവരായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജഡ്ജ് ചെയ്യൽ ഭയങ്കരമായിട്ട് വളരെയധികം കൂടുതലാണ് ഈ സൊസൈറ്റിയിൽ. പിന്നെ രണ്ടാമത്, ഇപ്പം നിങ്ങൾ ആരാ ഇപ്പോൾ തെറ്റുകളിലൂടെ അല്ലാതെ പഠിച്ച് മിടുക്കന്മാരായിട്ട് ആദ്യം മുതൽ ഇരുന്നിട്ടുള്ളത്? അങ്ങനെ ആരും കാണില്ല. സോ അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാതിരിക്കുക ഒന്ന്. പിന്നെ രണ്ടാമത്, നമ്മുടെ ലോകത്ത് വിഷം പോലെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മതഭ്രാന്ത് പിടിച്ചിട്ട് അവരവരുടെ ഇത് മാത്രമാണ് ശരി, അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു മതവും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ
ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെങ്കിലും മിനിമം കുട്ടികളെ സോഫ്റ്റ് ഇൻഡോക്ട്രിനേഷൻ എന്ന് വേണം പറയാൻ. അത് അടിച്ചേൽപ്പിക്കുന്ന പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ റിലീജിയൻസ് എടുത്താലും അതിൻ്റെ കോർ ടീച്ചിങ്സും വാല്യൂസും മുൻപ് ഉണ്ടായിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്ഭവത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന സമയത്തെ അതേ വീര്യത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുന്ന പോരുന്ന ഓർത്തഡോക്സ് കുടുംബങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എല്ലാം അറ്റപ്പറ്റയാണ്, എല്ലാവരും ഒപ്പിക്കലാണ് പരിപാടി. അപ്പം അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനിടയിൽ ഈ മൂക്കില്ലാത്ത രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ഈ മുറിമൂക്കുള്ളവർ അതിൻ്റെ ഭംഗിയും അത് എത്ര പ്രോപ്പറായിട്ട് ചെയ്യുന്നു, അത് എങ്ങനെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് നോക്ക്. എല്ലാം ഒന്നും ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ലായിരിക്കും, പക്ഷെ ഉള്ളത് വെച്ച് നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങളെപ്പോലെ പ്രാക്ടീസ് ചെയ്യുന്നില്ലാത്തതൊരു ചീപ്പാണെന്ന് പറയുന്നു. ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്നാമത്തെ കാര്യം, ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ വേണം, വേണ്ടാത്തവർക്ക് വേണ്ട. യുക്തിവാദിയായിട്ട് ജീവിക്കേണ്ടവർക്ക് അങ്ങനെയും ജീവിക്കാം. ഇതിന് എല്ലാത്തിനും സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ലോകമാണിത്. പിന്നെ ബേസിക്കലി ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചോ മനുഷ്യൻ്റെ ചിന്താഗതിയെക്കുറിച്ചോ ഒക്കെ അത്യാവശ്യം ബോധം ഉണ്ടെങ്കിൽ ലോകത്ത് നമ്മൾ കാണുന്ന രീതിയും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന ശുദ്ധി, മനസ്സിനുണ്ടാകുന്ന സമാധാനമൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്നെയും പല പല സിറ്റുവേഷൻസിലായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ നമ്മൾ എത്ര സെൻസിറ്റീവ് ആണെന്നും അല്ലെ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതെന്നും നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നും നമ്മൾ പ്യുവർ ആണെന്നും ഒക്കെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ അത് മനസ്സിലാക്കാനും സെൻസ് ചെയ്യാനുള്ളൊരു ശേഷി അവർക്ക് ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചും എങ്ങനെയാണ് മനസ്സിൻ്റെ പല രീതികളിലെ ആളുകൾ പല ടൈപ്പിലുള്ളവർ എങ്ങനെയാണ്, ഈ കാൾ യങ്ങിൻ്റെയൊക്കെ സ്റ്റഡീസിനെ കുറിച്ചും അത്തരം കാര്യങ്ങളൊക്കെ ചില ബോധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. നമ്മൾ എന്താ പറയണ്ടേ, വളരെ വൈഡായിട്ടുള്ള ചിന്താഗതി വെച്ച് പുലർത്താൻ ഇനി ഒരു ജന്മം കൂടെ ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളണം ഈ ശരീരത്തിൽ, ഈ മനസ്സിൽ, ഈ ക്യാരക്ടറിൽ നിന്നൊന്നും നിർബന്ധമില്ലാത്തത് കൊണ്ട് ഇത്തരം അറിവുകളൊക്കെ വളർത്തി ഒരു ജഡ്ജ്മെന്റലായ വ്യക്തി ആകാതിരുന്നാൽ ലോകം വളരെ മനോഹരമായി മാറും, നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്കും നിങ്ങളുടെ ചുറ്റിനുള്ളവർക്കും ഒക്കെ. അതുപോലെ തന്നെ ഈ നാർസിസിസ്റ്റ് എന്നൊക്കെ പറയുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ, അങ്ങനെ വിളിക്കാൻ പറ്റുന്നവർ, അവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മനുഷ്യന്റെ ശരീരം ഉണ്ടാവുന്നേ ഉള്ളൂ, ചിന്താഗതിയൊക്കെ ഇത്ര ഇടുങ്ങിയെന്ന് പറഞ്ഞാൽ അവർ ചെകുത്താന്ന് വളരെ വ്യക്തമായിട്ട് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും അങ്ങനത്തെ ഉള്ളവരുടെ ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഏത് ടൈപ്പ് ഒരു വ്യക്തി ആണ്, എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് എനിക്കുള്ളത്, അതിലെന്തൊക്കെയാണ് കുറവുള്ളത്, അതുകൊണ്ട് ഞാൻ ലോകത്തിൽ എന്തൊക്കെ തെറ്റാണ് ബ്ലൈൻഡായിട്ട് ചെയ്തു പോന്നിരുന്നത്, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനത്തെ വിശകലനമൊക്കെ നടത്തിയിട്ട് ജീവിതം വളരെ മനോഹരമാക്കി നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുന്ന സമയത്ത് അഭിമന്യുവിനെ പോലെ ഹേ മൃത്യു എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ പ്രസന്ന മുഖത്തോടി കൂടെ വരൂ, ഞാൻ വാതിലുകൾ തുറന്ന് നിന്നെ കാത്തിരിക്കുകയാണ്, പ്രസന്ന മുഖത്തോടെ വന്ന് എന്നെ കൊണ്ടുപോകും. ഇത് ആക്ച്വലി ഒരു ഹിന്ദി സീരിയലിൽ കേട്ടതാണ്. ഒറിജിനലി അഭിമന്യു ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഹേ മൃത്യു തയ്യാർ യദി തും ആനെ കോ പ്രസന്ന മുഖ് ആ, ദ്വാർ ഖുലാ ഹെ തേരാ സ്വാഗത്, പ്രസന്ന മുഖ് ആ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഒരു സീരിയലിൽ കേട്ടിട്ടുണ്ട്. മറ്റേ സൂര്യപുത്ര കർണയിലെ അഭിമന്യുവിൻ്റെ ഡെത്ത് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ മരണം വരുന്ന സമയത്ത് സമാധാനത്തോടു കൂടി മരണമേ വരൂ എന്ന് ഞാൻ നിന്നെ സ്വീകരിക്കാൻ കൈ നീട്ടി ഇരിക്കുകയാണെന്ന് പറയാൻ ഉള്ളൊരവസ്ഥ, ആ ഒരു പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് ശുദ്ധമാക്കി വെക്കുക. സമാധാനമായിട്ടിരിക്കണമെങ്കിൽ ആരോടും തെറ്റ് ചെയ്യാതെ, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ജഡ്ജ് ചെയ്യാതെ, എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുത്ത്, എന്താണ് വസുദൈവ കുടുംബം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ സനാതന ധർമ്മത്തിൽ. എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ശിവഭക്തരെ കുറിച്ച് പറയില്ലേ, ശിവഭക്തരെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, മാതാച്ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം. അപ്പോൾ ജാതി മതമൊന്നും നോക്കിയിട്ടല്ലല്ലോ സൗഹൃദങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു വലിയ ഉദാഹരണം തന്നെ മനസ്സിലെടുത്തുകൊണ്ട്, മൈത്രി ബന്ധം എന്നുള്ളൊരു കാര്യം എടുത്തുകൊണ്ട് തന്നെ വിചാരിക്കുക, സ്നേഹിക്കുമ്പോൾ ജാതി മതവും നോക്കുന്നില്ലാത്ത, ഇല്ലെങ്കിൽ അങ്ങനെ നോക്കാൻ പാടുണ്ടോ എന്ന് വിവേകമില്ലാത്ത, അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഹൃദയം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ, ആ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കൂ. ആ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം എന്ത് പേരിട്ട് അതിനെ വിളിക്കണോ ആ പേരിട്ട് വിളിക്കൂ. അത് നന്മയെ കാണാനും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാനും നിങ്ങളെ പഠിപ്പിക്കും. അത് പറയുന്നത് മാത്രം കേൾക്കൂ, അതിനെ മാത്രം ഗുരുവായിട്ട് കാണൂ, അതിനെ മാത്രം ദൈവമായിട്ട് കാണൂ. അപ്പോൾ ലോകം വളരെ മനോഹരമായിരിക്കും.
പിന്നെ മറ്റൊരു വലിയ സത്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെങ്കിലും ഇപ്പം ഒരു വീടെന്നെടുത്താൽ സമൂഹം ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ആ ഒരു ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള കുടുംബം, പിന്നെ സൊസൈറ്റി, പിന്നെ ഒരു എന്താണ് ജില്ല, സംസ്ഥാനം, രാജ്യം, ഭൂഖണ്ഡം എന്നും പറഞ്ഞിങ്ങനെ ഭൂമി എന്ന് പറഞ്ഞിങ്ങനെ വിട്ട് 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 പോകുന്ന വലിയ വലിയ ഇതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മുതൽ ഏറ്റവും വലുതായിട്ടിരിക്കുന്നതിൽ വരെ സ്ത്രീകൾ എവിടെയാണോ അപമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാതിരിക്കുന്നത്, അവരെ ആത്മാവിൻ്റെ സ്വരൂപമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വിടാതെ പൂട്ടിക്കെട്ടി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവിടെ ഒരിക്കലും ഫ്ലറിഷ് ആവത്തില്ല. അവിടെ ഒരിക്കലും ഫലഭൂയിഷ്ടി ഉണ്ടാവില്ല, നന്മ ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല, സമൃദ്ധി ഉണ്ടാകില്ല, ഐശ്വര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വെട്ടത്തിൽ അതിനെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിൽ എല്ലാവരുടെയും വെട്ടം കൊണ്ടുവരൂ. പ്രകാശം പരക്കട്ടെ. ഒരു ക്ലീഷ ഡയലോഗാണ്, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മേ ബി ഞാനും ഇരുട്ട് കണ്ടവർക്ക് ആക്ച്വലി വെളിച്ചത്തിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. സ്വാതന്ത്ര്യം ഒരിക്കലെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അമൃതം എന്താണ്? നമ്മുടെ സ്വരൂപമാണ് അത്. അതിനെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിനും ജീവനും തന്നെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും എന്നൊക്കെ. ഇതിനൊന്നും ജെൻഡർ ഭേദമൊന്നുമില്ല, അതുപോലെ ജാതി മതഭേദമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിശാലമായിട്ടുള്ളൊരു ചിന്താഗതി വരികയും മനസ്സിൽ സമാധാനം വരികയൊക്കെ ചെയ്യും. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കോ ചിന്തയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷൻസ് ചെയ്യണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ പുതിയ ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യണമെങ്കിലോ ചെയ്യും. ഒരുപാട് നാളുകൂടി കളിയാണ്, അതും മലയാളത്തിൽ എടുക്കാൻ പറ്റിയതിൽ സന്തോഷം. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വന്നാലിപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇംഗ്ലീഷ് അവിടുത്തെ ഡയലക്റ്റുമായിട്ടൊക്കെ മിക്സായിട്ട് അതിൻ്റെ ക്വാളിറ്റി പോവും. സോ ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ തുടരുന്നതിന് മുൻപ് അവശേഷിക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ വീണ്ടും തുടങ്ങും. ബാക്കി ചർച്ചകളും സംസാരങ്ങളും ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാം, തുടരാം. ബൈ.